പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ് ഇപ്പോൾ നിൽക്കുന്ന വടക്കന്തറ ഡോക്ടർ നായർ GUP സ്കൂളിലെ അവസ്ഥ എന്താണ്? തിരക്കുണ്ടോ? അരുൺ, രാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങി. നമുക്ക് ഇവിടെ നിന്നൊരു റൗണ്ട് കറങ്ങിയാൽ ഇവിടെ ഗ്യാപ്പില്ലാതെ ആളുകൾ വരി നിൽക്കുന്നത് കാണാം. ശ്രീനത ഇങ്ങനെ കറങ്ങിയാൽ, അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ക്യൂവിൽ നിൽക്കുന്നത്. ഏതാണ്ട് 100-ലധികം ആളുകളാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ സാങ്കേതിക തകരാറോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. സ്മൂത്തായി പോളിംഗ് നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്ര വലിയ ക്യൂ ആണ് ഇവിടെ ഉള്ളത്. രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ പണിക്ക് പോകാനൊക്കെ ഉള്ളവരാണ് ഏറ്റവും രാവിലെ ആദ്യം വന്ന് വോട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെയുള്ള ബൂത്ത് ഏജൻറ്റുമാരോടും മറ്റ് രാഷ്ട്രീയക്കാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ തന്നെയാണ്. രാവിലെ വലിയ തിരക്കുണ്ടാവുന്ന ഒരു ബൂത്താണ്. 1400 വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. ഈ സ്കൂളിലാണെങ്കിൽ 3 ബൂത്തുകളുണ്ട്, 62, 63, 65. ഇതിൻ്റെ തൊട്ടപ്പുറമുള്ളത് 62ാമത്തെ ബൂത്താണ്. ആ ബൂത്തിലും അത്യാവശ്യം ക്യൂ ഉണ്ട്, പക്ഷേ ഇത്ര ക്യൂ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഏതാണ്ട് ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അതുപോലെ തന്നെ ഈ പ്രായമുള്ളവർക്ക് വേർതിരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടേതടക്കം ഏതാണ്ട് 100-ലധികം ആളുകളാണ് ഇവിടെ ഉള്ളത്. രാവിലെ തന്നെ വന്നോ? പേരെന്താ? എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ വന്ന് വോട്ട് ചെയ്യും? അല്ല, ഇത്തവണ മാത്രമാണോ രാവിലെ? നേരത്തെ വരാനുള്ള കാരണം എന്താ? കുട്ടീനെ നോക്കണം. അവള് പണിക്ക് പോവും, മകള് ജോലിക്ക് പോവും. അപ്പം ഞാൻ കുട്ടീനെ നോക്കണ്ടേ, അതുകൊണ്ട് വീട്ടിലൊരാൾ വേണം. ഈ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ ഭയങ്കര പ്രചാരണമൊക്കെ ആയിരുന്നില്ലേ? അതിൻ്റെ ആവേശമുണ്ടോ തെരഞ്ഞെടുപ്പ്? ആവേശമുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ ഇഷ്ടം പോലെ വരുമോ? സൊസൈറ്റി ഞങ്ങളുടെ അടുത്താണ്, തൊട്ട വീടാണ് സൊസൈറ്റിൻ്റെ വീട്. പിന്നെ നടേശനെ അറിയാം. നടേശൻ ഞാനവിടെ പണിയെടുത്താണ്. ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി അല്ലേ? നടേശൻ അവിടുത്തെ കൗൺസിലറാണ്. പാവം നടേശന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവിടെ പാലക്കാട് ബൂത്തിൽ വടക്കന്തറ ഈ GUP സ്കൂളിൽ ഇപ്പോൾ പോൾ ചെയ്യാനെത്തിയ ഒരു അമ്മയാണ് TV പ്രസാദ് സംസാരിക്കുന്നത്. പ്രസാദെ, ആ ക്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ആവേശത്തോടു കൂടിയാണ് വോട്ടർമാർ എത്തിയിരിക്കുന്നത്. അതായത് മുന്നണികളുടെ പ്രചാരണം ഫലം കണ്ടിരിക്കുന്നു, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഫലം കണ്ടിരിക്കുന്നു എന്നാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. ആദ്യ മണിക്കൂറിലെ കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അല്ലേ? ഉറപ്പായും അരുൺ, അതായത് നമ്മൾ കണ്ടതുപോലെ കൊണ്ടുപിടിച്ച പ്രചരണങ്ങളായിരുന്നു മണ്ഡലത്തിലുടനീളം നടന്നത്. നമ്മൾ പുറത്തേക്ക് അറിഞ്ഞത് ഒരുപക്ഷെ ഇവിടുത്തെ വിവാദങ്ങളും വാർത്തകളുമായിരുന്നുവെങ്കിൽ ഇവിടെ 3 രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് 3 മുന്നണികളും നടത്തിയ വലിയ പരിശ്രമങ്ങൾ, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും 10ഉം 15ഉം തവണ എത്തിയ വീടുകളുണ്ട് എന്നാണ് പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ വോട്ടർമാരെയും ഇവിടെ എത്തിക്കാനുള്ള ശ്രമമുണ്ട്. മാത്രമല്ല ആ ഒരു ആവേശം തന്നെയാണ്. അതായത് രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ എത്തണമെന്നും ആദ്യ ഘട്ടത്തിൽ തന്നെ പോളിംഗിൽ പങ്കെടുക്കണം എന്നുമുള്ള ഒരു നിശ്ചയദാർഢ്യം ഇവിടെ എത്തിയ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിവിടെ ഈ ഒരു 65ാമത്തെ ബൂത്തിലെ മാത്രം കാര്യമല്ല. ഇപ്പോഴും നമ്മളിവിടെ പരിസരത്തെത്തിയ ഏകദേശം എല്ലാ ബൂത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ ആളുകളും രാവിലെ തന്നെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തുന്നു, ക്യൂവിൽ നിൽക്കുന്നു. സാധാരണ 7 മണിക്ക് തന്നെയാണ് വരിക? നേരത്തെ വരുമോ? എല്ലാ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ ക്യൂ ഉണ്ടാവും? എല്ലാത്തവണ അത്യാവശ്യം ഒരു ആവേശം കൂടുതലുണ്ടോ? എന്തായാലും ഉപതെരഞ്ഞെടുപ്പില്ല, ഒരുപാട് വാർത്തകളും വിവാദങ്ങളും എല്ലാം ഉള്ള ഉപതെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ നമ്മുടെ വോട്ട് ആദ്യം തന്നെ ചെയ്യാന്നുള്ളതാണ്. അത്ര തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വളരെ അതെ 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 ആ ഒരു ആവേശം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമ്മൾ പുറമേ ആവേശമുണ്ട്. പാലക്കാട് ജനത ഈ തെരഞ്ഞെടുപ്പിനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് ആദ്യത്തെ മണിക്കൂറിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചേലക്കരയിലും തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നുവെങ്കിലും പിന്നീട് വോട്ടെടുപ്പ് മന്ദഗതിയിലാവുന്നതാണ് കണ്ടത്. പക്ഷേ പാലക്കാട് വോട്ടെടുപ്പ് ശക്തിയായി തന്നെ തുടരും. കഴിഞ്ഞ തവണ 73% രേഖപ്പെടുത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ 75% കടക്കുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. നമുക്ക് കിണാശ്ശേരിയിലേക്ക്